السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഇമാം ഗസാലി തങ്ങൾ തന്റെ ശിഷ്യനോട് ഇനിയും പറയുകയാണ്, അയ്യുഹൽ വലതു മോനെ, ഇദാ അലിംത ഹാദൽ ഹദീസ, ഈ ഹദീസിനെ നീ മനസ്സിലാക്കിയാൽ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ദുനിയാവിന് വേണ്ടിയുള്ള പ്രവർത്തനം അതിൽ എത്ര കാലം താമസിക്കുമെന്നതിന്റെ തോതനുസരിച്ചു മതി, ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എത്ര കാലം അതിൽ നിൽക്കേണ്ടി വരും എന്നതിനനുസരിച്ച് വേണം, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അവനോടുള്ള നിനക്കുള്ള ആവശ്യത്തിനനുസരിച്ചാണ് വേണ്ടത്, നരകത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം അതിൽ ക്ഷമിക്കാനുള്ളതിന്റെ കഴിവിനനുസരിച്ച് ചെയ്തോളൂ എന്ന ആ ഹദീസ് അനുസരിച്ച് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ ലഹാജത്തൈലൽ ഇൽമിൽ കസീരി, അധികരിച്ച വിജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം മനുഷ്യൻ നന്നാവാൻ സമൂലമായ പരിവർത്തനം അവനുണ്ടാകാൻ ആ ഹദീസ് സഹായിക്കും. വതഅമ്മൽ ഫീ ഹികായത്തിൻ ഉഖറ, മറ്റൊരു സംഭവം കൂടെ നീ ചിന്തിക്കണം. വഹിയ, അതെന്താണ്? അന്ന ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു, ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു കാന മിൻ അസ്ഹാബി ശഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹിമ. ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന വലിയൊരു ആത്മീയ ഗുരുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആളായിരുന്നു ഹാത്തമുൽ അസം തങ്ങൾ. ഫസഅലഹു യൗമൻ, അങ്ങനെ ഒരു ദിവസം ശഖീഖുൽ ബൽഖി എന്ന ഗുരു ശിഷ്യനായ ഹാത്തമുൽ അസം തങ്ങളോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? സാഹബ്തനി മുൻദു സലാസീന സന, 30 കൊല്ലമായി നീ എന്റെ കൂടെയുണ്ട്. മാ ഹസ്സൽത ഫീഹ, ഈ 30 കൊല്ലത്തിനിടയ്ക്ക് എന്താണ് തനിക്ക് കിട്ടിയ വിവരം എന്ന് ചോദിച്ചു. അപ്പോൾ കാല, മഹാനായ ഹാത്തമുൽ അസം തങ്ങൾ പറഞ്ഞു, ഹസ്സൽതു സമാനിയ ഫവായിദ മിനൽ ഇൽമി, 8 വിജ്ഞാനങ്ങളുടെ മഹത്വം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഉസ്താദിൽ നിന്ന്. 30 കൊല്ലം കൊണ്ട് 8 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വഹിയ തക്ഫീനി മിൻഹു, അതെനിക്ക് മതി എന്നും പറഞ്ഞു. അന്നി അർജു ഖലാസി വനജാതി ഫിഹ, ആ 8 കാര്യങ്ങൾ നടപ്പാക്കിയാൽ എനിക്ക് രക്ഷപ്പെടാൻ അത് മതിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫഖാല ശഖീഖുൽ, ഗുരുവായ ശഖീഖുൽ ബൽഖി തങ്ങൾ ചോദിച്ചു, മാഹിയ, ഏതാണ് 8 കാര്യങ്ങൾ? ഖാല ഹാത്തമുൻ, അപ്പൊ ശിഷ്യനായ ഹാത്തം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഫായിദത്തുൽ ഊല, ഒന്നാമത്തെ കാര്യം, അന്നി നളർതു ഇലൽ ഖൽഖി, ഞാൻ സൃഷ്ടികളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ, ഫറഅയ്തു ലികുല്ലി മിൻഹും മഹബൂബൻ വമഅശൂഖൻ യുഹിബ്ബുഹു വയഅശഖുഹു, ഓരോ മനുഷ്യന്മാർക്കും ഓരോ സ്നേഹിതന്മാർ, അതേപോലെ തന്നെ വളരെ ഗാഢമായി സ്നേഹിക്കുന്നവർ ഒക്കെ ഉള്ളതായിട്ട് ഞാൻ കണ്ടു. വബഅദു ദാലിക്കൽ മഹബൂബി, എന്നാൽ ആ സ്നേഹജനങ്ങളിൽ നിന്ന് ചിലർ യുസാഹിബുഹു ഇലാ മർലിൽ മൗതി, മരണത്തിന്റെ രോഗം വരുന്നത് വരെ കൂടെയുണ്ടാകും. വബഅദുഹു യുസാഹിബുഹു ഇലാ ഷഫീരിൽ ഖബരി, ആ ചങ്ങാതിമാരിൽ നിന്ന് ചിലർ ഖബറിന്റെ വക്കത്ത് വരെ ചെല്ലും. സുമ്മ യർജിഉ കുല്ലുഹു, എന്നിട്ട് അവരെല്ലാവരും മടങ്ങിപ്പോരും. വയത്രുക്കുഹു ഫരീദൻ വഹീദൻ, ഇവരെ ഒറ്റക്ക് ഉപേക്ഷിക്കുകയും ഒഴിവാക്കി വിടുകയും ചെയ്യും. വലാ യദ്ഖുലു മഅഹു ഫീ ഖബരിഹി മിൻഹും അഹദുൻ, ആ സ്നേഹജനങ്ങളിൽ നിന്ന് ഒരാളും ഇവന്റെ കൂടെ ഖബറിൽ പ്രവേശിക്കുന്നില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഫതഫക്കർതു, ഞാൻ ചിന്തിച്ചു. വഖുൽതു, ഞാൻ പറയുകയും ചെയ്തു, അഫ്ളലു മഹബൂബിൽ മർഇ, മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠനായ കൂട്ടുകാരൻ മാ യദ്ഖുലു മഅഹു ഫീ ഖബരിഹി, ഖബറിൽ അവന്റെ കൂടെ പ്രവേശിക്കുന്നവനായിരിക്കണം. വയൂരിസുഹു ഫീഹി, ഖബറിൽ അവന് നേരം പോക്കിന് സൗകര്യം ചെയ്യുന്നവനുമായിരിക്കണം. ഫമാ വജത്തുഹു, അപ്പോൾ ഞാൻ എത്തിച്ചില്ല, ആ കൂട്ടുകാരനായിട്ട് ഞാൻ എത്തിച്ചില്ല. ഖൈറൽ അഅമാലി സ്വാലിഹ, സൽക്കർമ്മങ്ങളല്ലാത്ത ഒന്നിനെയും എത്തിച്ചില്ല. ഫാഖദ്തുഹ, അപ്പോൾ സൽക്കർമ്മങ്ങളെ ഞാൻ സ്വീകരിച്ചു. മെഹബൂബത്തല്ലി, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയായിട്ട്, സ്നേഹിതനായിട്ട് ഞാൻ ആ അമലിന്റെ സൽക്കർമ്മങ്ങളെ ഞാൻ സ്വീകരിച്ചു. ലിതകൂനലി സിറാജം ഫീ ഖബരി, എന്റെ ഖബറിൽ അതെനിക്ക് വെളിച്ചമാവാൻ. വതുഅന്നിസനി ഫീഹി, ഖബറിൽ എനിക്കത് ആശ്വാസം തരാൻ, നേരം പോക്കാവാൻ. വലാ തത്രുകനി ഫരീദ, എന്നെ ഒറ്റക്കത് വിട്ടുപോകാതിരിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ, നമ്മൾ നമ്മളെ ഭാര്യമാരെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, സമ്പത്തിനെ സ്നേഹിക്കുന്നു, എല്ലാം സ്നേഹിച്ചിട്ട് ആ സ്നേഹിച്ചവരാരും തന്നെ ഒരു നിർണായകമായ ഘട്ടത്തിൽ ഖബറിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. അവരെല്ലാവരും നമ്മളെ വിട്ടുപോരുന്നു. അതേപോലെ നമ്മൾ മറ്റുള്ള സ്നേഹിതന്മാരെയും വിട്ടുപോരുന്നു. അപ്പൊ ഹാത്തമുൽ അസം തങ്ങൾ പറയാണ്, എനിക്ക് ഏറ്റവും സ്നേഹിക്കാൻ പറ്റിയ കൂട്ടുകാരൻ എന്റെ നിർണായകമായ ഘട്ടത്തിൽ ഒറ്റപ്പെടുന്ന ഖബറിലും എന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരനാവണം എന്ന് ഞാൻ മനസ്സിലാക്കി. ആ കൂട്ടുകാരൻ ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങളെ അങ്ങ് പ്രേമിച്ചു, സൽക്കർമ്മങ്ങളെ എന്റെ സ്നേഹിതനാക്കി.
ആലോചിച്ചു നോക്കൂ. അപ്പൊ എല്ലാ സൽക്കർമ്മങ്ങളോടും എനിക്ക് വലിയ അഭിനിവേശമാണ്, എനിക്ക് വലിയ താല്പര്യമാണ്. മനുഷ്യൻ നന്നാവാൻ ഇതിലധികം എന്ത് വേണമെന്ന് നമ്മൾ ചിന്തിക്കുകയും സൽക്കർമ്മം എന്ന സ്നേഹിതനെ എത്രത്തോളം നമ്മൾ ഗാഢമായി സ്നേഹിക്കുന്നുണ്ട് എന്നത് ആലോചിക്കുകയും ചെയ്യണം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അൽ ഫായിദത്തു സാനിയ, രണ്ടാമത്തെ കാര്യം, അന്യ റായിത്തുൽ ഖൽഖ യഖ്തദൂന അഹ്വാഅഹും, ജനങ്ങളെയൊക്കെ ഞാൻ കാണുന്നത് അവരുടെ ദേഹേച്ഛയെ പിന്തുടരുന്നതായിട്ടാണ്. എന്നിട്ട് യുബാദിറുന മുറാദാത്തി അൻഫുസിഹിം, അവരുടെ ശരീരത്തിന്റെ താല്പര്യങ്ങളിലേക്ക് അവർ പെട്ടെന്ന് ധൃതി പിടിച്ചു വരികയും ചെയ്യുന്നു. അതായത് ഓരോ മനുഷ്യന്മാരും അവരുടെ ശരീരത്തിന്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും എന്താണോ ആ ശരീരം പറയുന്നതനുസരിച്ച് അതിനിങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ ഫതഅമ്മൽതു ഖൗലഹു തആല, ഞാൻ അള്ളാഹുവിന്റെ ഖുർആനിൽ അവന്റെ ഒരു വാക്കുണ്ട്, അത് ഞാൻ ചിന്തിച്ചു. എന്താണത്? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ പടച്ചവന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ വിചാരണക്ക് നിൽക്കേണ്ടി വരുമെന്ന് പേടിക്കുകയും എന്നിട്ട് അവന്റെ ശരീരത്തെ അവന്റെ വൈകാരികമായിട്ടുള്ള എല്ലാ ഇച്ഛകളിൽ നിന്നും തടഞ്ഞു നിർത്തുകയും ചെയ്താൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ മടക്കസ്ഥലം സ്വർഗമാണ് എന്ന് പറയുന്ന ഒരു ആയത്ത്. ആ ആയത്ത് ഞാൻ മനസ്സിലാക്കി. വതയഖന്തു, ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. അന്നൽ ഖുർആന ഹഖ്ഖുൻ സാദിഖുൻ, ഖുർആൻ അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഫബാദർതു ഇലാ ഖിലാഫി നഫ്സി, എന്റെ ശരീരത്തിന് എതിര് നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ മുന്നിട്ട് വന്നു. വതശമ്മർതു ബി മുജാഹദത്തിഹ, ആ ശരീരത്തെ അരുതായ്മകളിൽ നിന്ന് മാറ്റാനുള്ള ശക്തമായ പ്രയത്നത്തിനു വേണ്ടി ഞാൻ ശ്രമം തുടങ്ങി. വമാ മത്തഅതുഹാ ബിഹവാഹ, അതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തെ അതിന്റെ ഇച്ഛകൾക്കും താല്പര്യത്തിനും അനുസരിച്ച് സുഖിക്കാൻ ഞാൻ വിട്ടില്ല. ഹത്തർത്താഅതു ബിതഅത്തില്ലാഹി തആല വഖാദത്ത്, അള്ളാഹുവിനെ അനുസരിക്കുക എന്നൊരു പരുവത്തിന് എന്റെ ശരീരത്തെ പാകപ്പെടുത്തുകയും വഴിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ വരെ ഞാൻ അതിനുവേണ്ടി അധ്വാനിച്ചു. അഥവാ നമ്മുടെ ശരീരം നമ്മളോട് വേണ്ടാത്തത് കൽപ്പിക്കും. ആ വേണ്ടാത്തത് കൽപ്പിക്കുമ്പോൾ പലരും ശരീരത്തിന്റെ ആ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് നീങ്ങുകയാണ്. പക്ഷെ അങ്ങനെ ശരീരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങിയാൽ നമ്മൾ ചെന്നുപെടുന്നത് നരകത്തിലായിരിക്കും. അതേസമയത്ത് ശരീരത്തിന്റെ താല്പര്യങ്ങൾ അവഗണിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് പ്രാമുഖ്യം നൽകിയാൽ സ്വർഗമെന്ന് പറയുന്ന അനുഗ്രഹീതമായ ഭവനത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല എളുപ്പവഴിയാണത് എന്ന് ഞാൻ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എന്റെ ശരീരം തിന്മകൾ ചെയ്യാൻ എന്നെ നിർബന്ധിക്കുമ്പോൾ, നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ ശരീരം പറയുമ്പോൾ, കള്ളുകുടിക്കാൻ ശരീരം പറയുമ്പോൾ, വ്യഭിചരിക്കാൻ ശരീരം പറയുമ്പോൾ, അതേപോലെ തന്നെ വൃത്തികേടുകൾ ചെയ്യാൻ ശരീരം പറയുമ്പോൾ അതിനൊന്നും വഴങ്ങാതെ എന്റെ ശരീരത്തെ ഞാൻ മെരുക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് അതിനെ ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം എന്റെ ശരീരത്തിന്റെ ഇച്ഛക്കും താല്പര്യത്തിനും ഞാൻ വഴങ്ങുന്നില്ലെന്ന് വന്നപ്പോൾ എന്റെ ശരീരം എന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വഴങ്ങുകയും അള്ളാഹുവിന്റെ പൊരുത്തവും അവനു വേണ്ടിയുള്ള ആരാധനകളും എന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ പറ്റി. മൂന്നാമത്തെ കാര്യം, അൽ ഫായിദത്തു സാലിസ, അന്നി റഅയ്തു കുല്ല വാഹിദിൻ മിനൻ നാസി, ജനങ്ങളിൽ നിന്ന് ഓരോരുത്തരെയും ഞാൻ കാണുന്നു. യസ്ആഫി ജംഇ ഹുതാമിൻ ദുനിയാ, ദുനിയാവിന്റെ വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി, അതൊരുമിച്ചു കൂട്ടാൻ വേണ്ടി അധ്വാനിക്കുന്നതായി കാണുന്നു. എന്നിട്ട് സുമ്മ യുംസിക്കുഹു ഖാബിലൻ യദഹു അലൈഹി, അവന്റെ കൈ അതിന്റെ മേലെ മുറുക്കിപ്പിടിച്ച് അവനതാ ചെലവാക്കാതെ ആ ധനം പിടിച്ചുവെക്കുകയും ചെയ്യുന്നു. ഫതഅമ്മൽതു ഫീ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഖുർആനിനെ ഞാൻ ചിന്തിച്ചു. ആ ഖുർആനിൽ ഞാൻ കണ്ടു, മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ അടുത്തുള്ളത് അത് തീർന്നു പോകുന്നതാണ്, അതേസമയത്ത് അള്ളാഹുവിന്റെ അടുത്തുള്ളത് എന്തെന്നും ശേഷിക്കുന്നതാണ് എന്ന ആയത്ത് ഞാൻ മനസ്സിലാക്കി. ഫബദൽതു മഹ്സൂലി മിനദ് ദുനിയാ, അപ്പൊ ദുനിയാവിൽ നിന്ന് എനിക്ക് ലഭ്യമാക്കാൻ പറ്റിയിട്ടുള്ള ദുനിയാവിനെ മുഴുവനും ധനത്തെ മുഴുവനും ഞാൻ ചെലവഴിച്ചു. ലിവജ്ഹില്ലാഹി തആല, അള്ളാഹിന്റെ പൊരുത്തത്തിനു വേണ്ടി. ഫഫറഖ്തുഹു ബൈനൽ മസാകീൻ, സാധുക്കൾക്കിടയിൽ എന്റെ കയ്യിലുള്ള ദുനിയാവിനെ ഞാൻ വീതിച്ചു കൊടുത്തു. ലിയകൂന ദുഖറൻ ലി ഇൻദല്ലാഹി തആല, അള്ളാഹുവിന്റെ അടുക്കൽ അതെനിക്ക് ഏറ്റവും വലിയൊരു സൂക്ഷിപ്പ് സ്വത്താവാൻ വേണ്ടി. അഥവാ മനുഷ്യന്മാർ പണമുണ്ടാക്കുകയും എന്നിട്ട് അതിന്റെ ബാധ്യതകൾ പോലും നിർവഹിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയും ചെയ്യുന്നു. എന്നാൽ ഖുർആൻ പറയുന്നത് മാ ഇൻദകും യൻഫദു, നിങ്ങളുടെ അടുത്തുള്ളത് തീർന്നു പോകുമെന്നാണ്. അതേസമയത്തോ മാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ശേഷിക്കുന്നത് എന്നാണ്. നമ്മൾ സദഖ ചെയ്തത്, ധർമ്മം ചെയ്തത്, സാധുക്കളെ സഹായിച്ചത്,
അതൊക്കെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സംഗതി. അതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് സജീവമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലുള്ള പണം പിശുക്ക് കാണിച്ച് സൂക്ഷിച്ചു വെക്കുന്ന അപകടത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഏറ്റവും നല്ല ശ്രമങ്ങൾ ഞാൻ നടത്തിയെന്ന് ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതിയിലേക്ക് നമ്മൾ ഇറങ്ങി വന്നാൽ നമ്മുടെ ജീവിതത്തിലും വലിയ പരിവർത്തനത്തിനും മാറ്റത്തിനും അത് കാരണമാകുന്നതാണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.